യുക്രൈനിനും ലോകത്തിനും സമാധാന പ്രതീക്ഷ പകർന്ന് യുഎസിലെ അലാസ്കയിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള ചർച്ച അവസാനിച്ചു. ചർച്ച 2.5 മണിക്കൂർ നീണ്ടുനിന്നു. തുടർന്ന് ഇരുവരും സംയുക്ത വാർത്താ സമ്മേളനം നടത്തി. ചർച്ചയിൽ നല്ല പുരോഗതിയുണ്ടെന്നും പല കാര്യങ്ങളിലും ധാരണയിലെത്തിയെന്നും എന്നാൽ അന്തിമ കരാറിലെത്തിയില്ലെന്നും ട്രംപ് പറഞ്ഞു. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായും നാറ്റോ രാജ്യങ്ങളുമായും ഉടൻ സംസാരിക്കുമെന്നും അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അലാസ്കയിലെ ആങ്കറിജിലുള്ള ജോയിന്റ് ബോസ് എൽമണ്ടോർഫ് റിച്ചാർഡ്സണിൽ നടന്ന ചർച്ചയിൽ ഡൊണാൾഡ് ട്രംപിനൊപ്പം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും പങ്കെടുത്തു. വ്ളാഡിമിർ പുടിനൊപ്പം വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ്, വിദേശകാര്യ നയവിദഗ്ധൻ യൂറി ഉഷകോവ് എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു. നേരത്തെ ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ചർച്ച നടത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. 3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗം തേടിയാണ് ട്രംപും പുടിനും തമ്മിലുള്ള ചർച്ച നടത്തിയത്. മോസ്കോയിൽ നിന്ന് മഗദാൻ എന്ന റഷ്യൻ നഗരത്തിലെത്തി അവിടെ നിന്നാണ് പുടിൻ അലാസ്കയിലേക്ക് പുറപ്പെട്ടത്. യുഎസിന്റെ വടക്കുപടിഞ്ഞാറേ അറ്റത്തുള്ള അലാസ്ക ഭൂമിശാസ്ത്രപരമായി റഷ്യയോടടുത്താണ്. മഗദാൻ അലാസ്ക യാത്രയ്ക്ക് 4 മണിക്കൂർ മതിയായിരുന്നു. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് 1 അലാസ്കയിൽ ആദ്യമെത്തിയ ട്രംപ് പുടിന്റെ വരവിനായി കാത്തിരുന്നു. വ്യോമതാവളത്തിന്റെ ടാർമാക്കിൽ വെച്ച് പുടിനെ ട്രംപ് ഹസ്തദാനം ചെയ്ത് സ്വീകരിച്ചു. 6 വർഷത്തിനു ശേഷമാണ് ട്രംപും പുടിനും നേരിട്ടു കാണുന്നത്. തുടർന്ന് ചർച്ചാവേദിയിലേക്ക് ഇരുവരും ട്രംപിന്റെ കാറിലാണ് നീങ്ങിയത്. യുഎസിന്റെ B-2F-22 യുദ്ധവിമാനങ്ങൾ പുടിനെ ആകാശാഭിവാദ്യം ചെയ്തു. ശീതയുദ്ധകാലത്ത് റഷ്യയെ ലക്ഷ്യമിട്ട് യുഎസ് നിർമ്മിച്ച വിമാനങ്ങളാണിവ. ഉച്ചകോടിയിലേക്ക് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയെ ക്ഷണിക്കാതിരുന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. യുക്രൈനെ കൂടി ഉൾപ്പെടുത്തിയുള്ള സമാധാന ചർച്ചയിലേക്കുള്ള പാലമായി അലാസ്ക ഉച്ചകോടി മാറുമെന്ന് സെലൻസ്കി പ്രതീക്ഷ പ്രകടിപ്പിച്ചു. യുദ്ധം മതിയാക്കാൻ സമയമായി, അതിന് വേണ്ടത് ചെയ്യേണ്ടത് റഷ്യയാണ്, അമേരിക്കയിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുകയാണ് എന്ന് സെലൻസ്കി പറഞ്ഞു. സെലൻസ്കിയെ കൂടി ഉൾപ്പെടുത്തി അലാസ്കയിൽ 2ാമതൊരു ഉച്ചകോടി വൈകാതെ തന്നെ നടന്നു കാണാൻ ആഗ്രഹമുണ്ടെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോവ് യുഎസിലെത്തിയത് CCCP എന്നെഴുതിയ ടീഷർട്ട് ധരിച്ച്. 3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗം തേടി നടത്തുന്ന ചർച്ചയിൽ പങ്കെടുക്കാൻ CCCP എന്നെഴുതിയ ടീഷർട്ട് ധരിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി യുഎസിലെത്തിയത് ലോകശ്രദ്ധ നേടി. CCCP എന്നത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്സ് അഥവാ USSR എന്നതിന്റെ റഷ്യൻ ഭാഷയിലെ ചുരുക്കപ്പേരാണ്. 1991-ൽ 15 പുതിയ രാജ്യങ്ങളായി പിരിയുന്നതിന് മുൻപ് സോവിയറ്റ് യൂണിയൻ എന്നറിയപ്പെട്ടിരുന്ന USSRന്റെ ഭാഗമായിരുന്നു യുക്രൈൻ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന റഷ്യയുടെ പഴയ തലപ്പൊക്കിനെ സൂചിപ്പിച്ചാവാം സോവിയറ്റ് കാലഘട്ടത്തോടുള്ള ദേശീയതയും ഗൃഹാതുരരുടെയും വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ടീഷർട്ട് ലാവ്റോ ധരിച്ചെത്തിയതെന്ന തരത്തിലാണ് ചർച്ചകൾ കൊഴുക്കുന്നത്. റഷ്യയുടെ സ്വത്വത്തെയും പരമാധികാരത്തെയും ഊന്നി പറയാനാണ് സോവിയറ്റ് യൂണിയന്റെ റഷ്യൻ ചുരുക്കപ്പേരായ CCCP എന്നെഴുതിയ ടീഷർട്ട് ധരിച്ചതിലൂടെ ലാവ്റോ സൂചിപ്പിക്കുന്നതെന്നാണ് വ്യാഖ്യാനം. ചർച്ചയിൽ റഷ്യ അതിന്റെ താൽപ്പര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും സ്വന്തം നിബന്ധനകൾക്കനുസൃതമായി ചർച്ചകളിൽ പങ്കെടുക്കുമെന്നും ഉറച്ച നിലപാട് നിലനിർത്തുമെന്നും യുഎസിന് സൂചന നൽകുന്നതാണ് ലാവ്റോവിന്റെ USSR ടീഷർട്ട് എന്നാണ് വിലയിരുത്തൽ. യുദ്ധം മൂലം ആഹാരവും അവശ്യ സാധനങ്ങളും എത്താതെ ദുരിതമിലുള്ള ഗാസയിൽ ഒരു കുട്ടി കൂടി പട്ടിണിക്കിരയായി മരിച്ചു. ഇതോടെ ഗാസയിലെ പട്ടിണി മരണം 240 മാറി. ഇതിൽ 107 പേർ കുട്ടികളാണ്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇന്നലെ 41 പാലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. ഇതിൽ 16 പേർ സഹായ വിതരണ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങളിലാണ് കൊല്ലപ്പെട്ടത്. ഇതിനിടയിൽ 2 പതിറ്റാണ്ടിലേറെ കാലമായി ഇസ്രയേലിലെ ജയിലിലുള്ള ജനപ്രിയ പാലസ്തീൻ നേതാവ് മർവിൻ ബർഗൂത്തിയെ ഇസ്രയേൽ മന്ത്രി ഇതാമർ ബെൻഗ്വീർ സന്ദർശിച്ച് ഭീഷണിപ്പെടുത്തും സംസാരിക്കുന്ന വീഡിയോ വിവാദമായി. പാലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന്റെ പിൻഗാമിയായി ജനങ്ങൾ കാണുന്ന ബർഗൂത്തിയുടെ ജയിലിൽ നിന്നുള്ള ദൃശ്യം ഏറെക്കാലം കൂടിയാണ് പുറത്തുവരുന്നത്. കുവൈറ്റ് സിറ്റി വിഷമതി ദുരന്തത്തിൽ മരണം 23ആയി. കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ 6 മലയാളികൾ മരിച്ചെന്നാണ് സൂചനയെങ്കിലും കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് അനൌദ്യോഗിക വിവരം. മരിച്ചവരിൽ കൂടുതൽ പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. 170 പേരാണ് ഇതുവരെ ചികിത്സ തേടിയത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള 51 പേരുടെ വൃക്ക തകരാറിലായതാണ് ഡയാലിസിസ് നടത്തുന്നു. 31 പേർ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. 21 പേർക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. ദുരന്തത്തെ തുടർന്ന് രാജ്യത്ത് അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യാപക പരിശോധനയും ആരംഭിച്ചിട്ടുമുണ്ട്. മദ്യനിരോധനമുള്ളതിനാൽ മരിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ കർശന നിയന്ത്രണങ്ങളുണ്ട്. ഇന്ത്യൻ എംബസി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. 40 ഇന്ത്യക്കാർ ചികിത്സയിലുണ്ടെന്ന് മാത്രം പറയുന്ന എംബസി ദുരന്ത കാരണം പോലും വെളിപ്പെടുത്തുന്നില്ല. കോഴിക്കോട് സ്കൂൾ വിദ്യാർത്ഥിനി മരിച്ചത് മസ്തിഷ്ക ജ്വരം ബാധിച്ചാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. കോരങ്ങാട് ഗവൺമെന്റ് LP സ്കൂൾ 4ാം ക്ലാസ് വിദ്യാർത്ഥിനി താമരശ്ശേരി കോരങ്ങാട് ആനപ്പാറ പോയിൽ സനൂപ്പിന്റെ മകൾ അനയ 80ന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത്. പനിയെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അനയെ വൈകിട്ട് രോഗം കൂടിയതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരിച്ചത്. അനയുടെ 2 സഹോദരങ്ങളും സഹപാഠികളായ 2 പേരും ഒരു ബിന്ദുവും ഉൾപ്പെടെ 5 പേരെ പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പനി കുറഞ്ഞതിനെ തുടർന്ന് ഇവരെ വൈകിട്ടോടെ ഡിസ്ചാർജ് ചെയ്തു. ഇവർക്ക് സാധാരണ വൈറൽ പനിയാണ് ബാധിച്ചതെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ വർഷം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച്
ആക്രമിച്ച് മരിച്ചവരുടെ എണ്ണം 5 മാറി. ഇതിൽ 4 മരണവും കോഴിക്കോട് ജില്ലയിലാണ്. CPM പ്രവർത്തകൻ മോഹനന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി CPM-ഉം മുസ്ലിം ലീഗും രംഗത്തെത്തി. ലീഗിന്റെ അക്രമത്തിനിരയായാണ് മോഹനൻ രക്തസാക്ഷിയായതെന്ന് CPM ആരോപിക്കുമ്പോൾ മരണകാരണം കണ്ടെത്തണമെന്ന ആവശ്യവുമായി ലീഗ് രംഗത്തെത്തി. CPM-ന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്നതുകൊണ്ടാണ് മോഹനൻ ആക്രമണത്തിനിരയാകേണ്ടി വന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രക്തസാക്ഷിക്കുള്ള എല്ലാ ആഗ്രഹത്തോടും കൂടിയുള്ള സംസ്കാര ചടങ്ങ് നിർവഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിൽ പരിക്കേറ്റ് 13 വർഷമായി കിടപ്പിലായ CPM പ്രവർത്തകൻ അരിയിൽ വള്ളരി മോഹനൻ ഇന്ന് രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. മോഹനന്റെ മൃതദേഹം കാണാനെത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. ധീരനായ പോരാളിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈ മേഖലയിലെ നേതാവുമായിരുന്നു മോഹനൻ എന്നും ഗോവിന്ദൻ അനുസ്മരിച്ചു. സ്വന്തം വീട്ടിൽ നിന്ന് പകൽ വെളിച്ചത്തിൽ പിടിച്ചുകൊണ്ടുപോയി മൃഗീയമായി ആക്രമിച്ച് കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച നിലയിലാണ് മോഹനനെ കണ്ടത്. 13 വർഷക്കാലം ദുരന്തപൂർണ്ണമായ ജീവിതമാണ് മോഹനനുണ്ടായത്. ആശുപത്രി ചികിത്സയെ വീടുമായി 13 വർഷക്കാലം പിന്നിട്ട ശേഷമാണ് നമ്മെ വിട്ടുപിരിഞ്ഞതെന്നും ഗോവിന്ദൻ പറഞ്ഞു. മോഹനന്റെ മരണത്തിൽ മുസ്ലിം ലീഗിനെ പഴിചാരി CPM രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. ലീഗ് ജില്ലാ നേതൃത്വം പ്രവർത്തകരിൽ വൈകാരികത ഉണ്ടാക്കി അക്രമം നടത്താനാണ് CPM നീക്കമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരിയും ജനറൽ സെക്രട്ടറി KT സഹദുള്ളയും ആരോപിച്ചു. മോഹനന്റെ മരണം മുസ്ലിം ലീഗിന്റെ അക്രമം കാരണമാണെന്ന് വരുത്തി തീർക്കാനാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശ്രമിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മോഹനന്റെ മരണം CPM ഉപയോഗപ്പെടുത്തുകയാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട അക്രമത്തിനാണ് CPM കോപ്പുകൂട്ടുന്നത്. യൂത്ത് ലീഗ് പ്രവർത്തകൻ അരിയിൽ അബ്ദുൽ ഷുക്കൂറിന്റെ കൊലപാതകത്തിന് പിന്നാലെ പലയിടത്തും അക്രമം ഉണ്ടായിട്ടുണ്ടെന്നത് ശരിയാണ്. സ്വാഭാവിക വൈകാരിക പ്രകടനം മാത്രമായിരുന്നു അത്. എന്നാൽ ഈ അക്രമത്തിന്റെ ഫലമായി മോഹനൻ ഇപ്പോൾ മരിച്ചു എന്ന് പറയാനാകില്ല. മോഹനൻ അടുത്തിടെ കടന്നിൽ കുത്തിയേറ്റതായും അദ്ദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് AKG ആശുപത്രിയിലും ചികിത്സയിലായിരുന്നു എന്നും കേട്ടിട്ടുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ കാരണം കണ്ടെത്തണമെന്നും ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു.